കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും അടുത്ത ആഴ്ചയില് നല്ലൊരു വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കല്യാണി കോടതിയിൽ ഒരു സംഹാര താണ്ഡവം തന്നെ നടത്തുന്നുണ്ട്. കാരണം പ്രകാശിനെയും വിക്രത്തിനെയും പൊളിച്ചടുക്കുവാണ്. ഇത്രയും കാലം പ്രകാശൻ വിക്രത്തിനെ കുറിച്ചുള്ള പല സത്യങ്ങളും അറിഞ്ഞിരുന്നില്ല. പക്ഷെ വിക്രത്തിന്റെ മുഖംമൂടി അങ്ങനെ കോടതിയിൽ വലിച്ചു കീറി കഴിയുമ്പോഴത്തേനും പ്രകാശൻ തകർന്ന് തരിപ്പണമായി പോവാണ്. പിന്നീട് വിക്രത്തിനെ പോലീസ് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. ഈ കാഴ്ച കണ്ട് പ്രകാശൻ താഴെ വീഴുവാണ്. ഇത്രയും കാലം പല അതായത് വിക്രത്തിനെ കുറിച്ച് ഭയങ്കര പ്രതീക്ഷകളൊക്കെ ആയിരുന്നു. എല്ലാ പ്രതീക്ഷകളും ഒരു നിമിഷം കൊണ്ട് തകർന്നടിയാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കോടതിയിൽ അങ്ങനെ കേസ് വിളിച്ചു കഴിഞ്ഞപ്പോ ജോർജ് വക്കീല് കല്യാണിന്റെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ കല്യാണിന്റെ വിസ്താരം കഴിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നേരെ കല്യാണിനെ വിസ്തരിച്ചതിന് ശേഷം പിന്നീട് നേരെ പ്രകാശനെ വിളിച്ച് കൂട്ടി നിർത്തിയിട്ട് പ്രകാശനോടായിരുന്നു ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. അതും കല്യാണിയെ കുറിച്ചൊക്കെയായിരുന്നു ജോർജ് വക്കീല് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം പ്രകാശൻ അതിനൊക്കെ വലിയ മോശമായ രീതിയിലാണ് അവിടെ മറുപടി കൊടുത്തോണ്ടിരുന്നത്. കാരണം തന്റെ മോളാന്നുള്ളൊരു പരിഗണന പോലും ഇല്ലാതെ അത്ര വൃത്തികെട്ട രീതിയിൽ ഒരു അച്ഛനും ഒരു മകളെ കുറിച്ച് പറയാൻ പാടില്ലാത്ത പല വാക്കുകളും പ്രകാശൻ അവിടെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് തകർന്ന് തരിപ്പണമായിട്ടാ കല്യാണി നിൽക്കുന്നത്. കല്യാണി മാനസികമായിട്ട് തളർത്തുക എന്നത് പ്രകാശന്റെ ഒരു ഹോബി പോലെയാണ് അവനങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം പ്രകാശനോട് വക്കീല് ചോദിച്ചു, നിങ്ങൾ ഈ കോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നിൽക്കണം. അത് സാറേ ശരിയായിട്ടുള്ള കാര്യങ്ങളാ. ഇവളുണ്ടല്ലോ, ഇവിടെ എനിക്ക് പേരുദോഷം മാത്രമേ കേൾപ്പിച്ചിട്ടുള്ളൂ. ഇവളെ ഞാൻ മോളായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇവള് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാ ഇവളെ ഞാൻ മോളായിട്ട് അംഗീകരിക്കാത്തെ? ഇവളുടെ സ്വഭാവം കൊണ്ടാ. ഇവളെ സ്കൂളിൽ പോലും വിടാൻ എനിക്ക് മടിയായിരുന്നു. അതുകൊണ്ടാ വിടാതിരുന്നേ. കാരണം സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള പരാതികളായിരുന്നു. അവിടെയുള്ള ചിലക്കമ്പിള്ളേരെ ഉപദ്രവിക്കുന്നു. അത് മാത്രമല്ല ഒരാമ്പിള്ളേരെ പോലും വെറുതെ വിടാത്ത സ്വഭാവമല്ലേ സാറേ. പിന്നെ ഞാൻ എങ്ങനെ ഇവളെ വിശ്വസിച്ച് സ്കൂളിലേക്ക് വിടുന്നേ? അതുകൊണ്ട് ഇവളുടെ പഠിപ്പ് വരെ ഞാൻ നിർത്തിയെന്ന് പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കല്യാണി ഇങ്ങനെ ദേഷ്യപ്പെടാത്ത നിൽക്കുവാണ്. കിരണിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. പ്രകാശിനെ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവനെ വലിച്ചു കയറാനുള്ള ദേഷ്യത്തിനാ കിരൺ ഇരിക്കുന്നത്. ഒരു അച്ഛൻ ഇതുമാത്രം വൃത്തിയായിട്ട തരം സ്വന്തം മോളെ കുറിച്ച് ഇങ്ങനെ പറയുവോ? ഇവനെ കിട്ടും തന്റെ കയ്യില്. എങ്ങനെ അതൊക്കെ മനസ്സ് വിചാരിച്ചോണ്ടാ കിരൺ അവിടെ ഇരിക്കുന്നത്. പിന്നീട് ജോർജ് വക്കീല് ജഡ്ജിനോട് പറയാണ്, കേട്ടില്ല സാറ്, ഇവളുടെ സ്വന്തം അച്ഛൻ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അച്ഛൻ എന്താണെങ്കിലും മോളെ കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് മാത്രമല്ല ഇവള് നാട് റോട്ടി വെച്ചിട്ടാണ് ആ ക്രൂരത സ്വന്തം ആങ്ങളയോട് തന്നെ ചെയ്തത്. അപ്പൊ ഇവളെ വെറുതെ വിടല്ല. ഇവളൊരു ലേഡി ഗുണ്ട തന്നെയാണ് സാറ്. അതുകൊണ്ട് ഇവളെ ഇപ്പൊ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഇതുപോലെ തന്നെ വീണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവർത്തിക്കും. അതുകൊണ്ട് ഇവളെ ശിക്ഷിക്കണമെന്ന് പറയാണ്. അത് മാത്രമല്ല എന്നെ ഒരാളെ കൂടെ വിസ്തരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറയാ. അങ്ങനെ കല്യാണിനെ അടിക്കുന്ന കണ്ട ഒരാളെയും കൂടെ സാക്ഷിയായിട്ട് കയറ്റി നിർത്തുവാണ്. അയാളെയും വിസ്തരിക്കുകയാണ്. അപ്പൊ അയാളോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നിങ്ങൾ എങ്ങനെയാ കണ്ട എല്ലാ കാര്യങ്ങളും ചോദിക്കണം. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ കടയിലേക്ക് വരുന്നു. ആ സമയത്താണ് അവിടെ ഈ കല്യാണി എന്ന് പറയുന്ന പെണ്ണ് വന്നിട്ട് ആ നിൽക്കുന്ന വിക്രമാദിത്യൻ എന്ന് പറയുന്ന ആളെ ഒരു പ്രകോപനം കൂടാതെയായിരുന്നു കോളറിന് കുത്തിപ്പിടിച്ച കർണത്തടിച്ച് ഞങ്ങളെല്ലാരും അങ്ങ് ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവള് ഞങ്ങളുടെ നേരെ ദേഷ്യപ്പെടുക ചെയ്തെന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് തന്നെ കല്യാണിക്ക് മനസ്സിലായി കാരണം വിക്രം നല്ല പൈസ കൊടുത്തിട്ട് അയാളെ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജഡ്ജി ആ കാര്യങ്ങളും കൂടെ എല്ലാം എഴുതുമായിരുന്നു. അങ്ങനെ ജോർജ് വക്കീലിന്റെ വിസ്താരം കഴിഞ്ഞു. പിന്നീട് കല്യാണി ചോദിച്ചു, അല്ല നിങ്ങളുടെ വക്കീൽ എവിടെ? ഇനി നിങ്ങൾക്ക് വേണ്ടിയുള്ള ഊഴമെന്ന് പറയണം. ഇത് കേട്ടതും കല്യാണി വന്നിട്ട് ഇവിടെ, സാർ എനിക്ക് വക്കീലില്ല, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് വാദിക്കുന്നത്, എന്റെ നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് വാദിക്കുന്നതെന്ന് പറയാം. ഇത് കേട്ടതും വിക്രവും അതോടൊപ്പം പ്രകാശനും എല്ലാവരും ഞെട്ടി. കോർട്ടിരുന്ന പകുതി ആൾക്കാരും ഞെട്ടി. ഇവള് വാദിക്കണോ? ഈ സമയത്ത് വിക്രം മനസ്സിൽ ഇവള് വാദിച്ച് ജയിച്ചു തന്നെ. വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഇവള് എങ്ങനെ വാദിക്കാനാ? എങ്ങനെ ജയിക്കാനാ? അതും ജോർജ് വക്കീലിനെ പോലെ പ്രഗത്ഭനായ ഒരു വക്കീലുള്ളപ്പോ നടക്കാൻ പോകുന്ന കാര്യമില്ല. അങ്ങനെയൊക്കെ മനസ്സിൽ അവർക്ക് പലവിധ ചിന്തകളും ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണി അങ്ങനെ വാദിക്കാനായിട്ട് കയറി നിൽക്കണം. ആദ്യം വിളിച്ചു നിർത്തിയത് പ്രകാശനെയായിരുന്നു. ആദ്യം പ്രകാശനെയാണ് വിസ്തരിക്കാൻ കയറ്റി നിർത്തിയത്. അങ്ങനെ പ്രകാശനോട് പേരും കാര്യങ്ങളും എല്ലാം ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ടോ ആദ്യം പ്രകാശൻ അതൊക്കെ പറയാൻ മടിച്ചു. പിന്നീട് ജഡ്ജി പറഞ്ഞത് കോടതിയാണ് ചോദിക്കുന്നതിന് ഉത്തരം നൽകണമെന്ന് പറയാണ്. അവസാനം പ്രകാശൻ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതിൽ വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കുകയാണ്. പിന്നീട് ചോദിച്ചു, അതെ എന്നെ അറിയാവോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പ്രകാശൻ ഒന്നും മിണ്ടാൻ നിന്നു. അല്ല നിങ്ങൾ എന്റെ മുഖം എന്നാ കണ്ടേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്.
നിങ്ങൾക്ക് എത്ര മക്കളാ, ഇതെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. മക്കൾ എത്രയാണെന്ന് വെച്ചാൽ 3 പേരെന്ന് പറഞ്ഞു. കാരണം 2 പേരെന്ന് പറയാൻ പറ്റില്ലല്ലോ. 3 പേരെന്ന് പറഞ്ഞിട്ട് പ്രകാശം പറഞ്ഞു 3 പേരുണ്ട്, പക്ഷെ ഒരുത്തിനെ ഞാൻ എന്റെ മകളായിട്ട് കൂട്ടിയിട്ട് പോലും ഇല്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് കല്യാണി പറഞ്ഞു അതൊന്നും ഇവിടെ പറയണ്ട, ഞാൻ ചോദിക്കുന്നതിന് മാത്രം നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയാണ്. പിന്നീട് പ്രകാശിനോട് ചോദിച്ചു, നിങ്ങൾ എന്റെ മുഖം കണ്ടതായിട്ട് ചെറുതിലെ ഓർമ്മ പോലും നിങ്ങൾക്കില്ലല്ലേ? കാരണം നിങ്ങൾക്ക് എന്റെ മുഖം കാണുന്ന പോലും ചതുർത്ഥിയായിരുന്നു. പിന്നെ നിങ്ങളെന്നെ പലവട്ടം നിങ്ങളെന്നെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, ശരിയല്ലേ? നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ അമ്മയും പിന്നെ നിങ്ങളുടെ മകനും ശരിയായിട്ട് കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കണം. പ്രകാശനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം ജഡ്ജി എഴുതി എടുക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, പലവട്ടം നിങ്ങളെന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറയാനും ചോദിക്കാൻ ആരുമില്ലായിരുന്നു. എന്റെ അമ്മ ആ സമയത്തെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുകയത്. പലപ്പോഴും എന്നെ എന്റെ വീട്ടിൽ നിന്ന് അമ്മ മാറ്റി വേറെ നിർത്തിയിട്ടും കൂടെ ഉണ്ട്, നിങ്ങളുടെ ഉപദ്രവം സഹിക്ക വയ്യാതെ എന്നൊക്കെ പറഞ്ഞ് കല്യാണി അവിടെ കത്തി കയറുവാണ്. പ്രകാശന് എന്തേലും പറയാനുണ്ടോ? പ്രകാശന് മിണ്ടാട്ടം മുട്ടി നിൽക്കുവാണ്. പിന്നീട് പറഞ്ഞു, എന്നെ സ്കൂളിൽ പോലും വിട്ടിരുന്നില്ല മാഡം. ഞാൻ സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങിയപ്പം നീ ഇപ്പം അങ്ങനെ പഠിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വീട്ടുജോലികളൊക്കെ ചെയ്യിച്ചു. അത് മാത്രമല്ല, പശുത്തൊഴുത്തിൽ ചാണകം വാരാനും പാല് കൊണ്ടേ കൊടുക്കാനും ഒക്കെ ആയിരുന്നു. ആ സമയത്തെല്ലാം എന്റെ ആങ്ങളെന്ന് പറയുന്ന വിക്രമാദിത്യനായിരുന്നു എന്റെ അച്ഛൻ പഠിപ്പിക്കാൻ വിട്ടുകൊണ്ടിരുന്നത്. പെണ്ണായി പിറന്നുകൊണ്ട് മാത്രം എന്നോട് ഈ ക്രൂരതകളൊക്കെ എന്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത്. പെണ്ണുങ്ങളെ അങ്ങനെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു, അത്രയ്ക്ക് ദുഷ്ടനായിരുന്നു. കാരണം പെണ്ണാന്ന് അറിഞ്ഞപ്പോ തന്നെ എന്നെ കൊല്ലാനാ നോക്കിയത്. അങ്ങനെ കൊല്ലാൻ നോക്കിയതുകൊണ്ട് എന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു, അറിയാവോ? അങ്ങനെ കുഞ്ഞുനാളില് പോലെ സംസാരശേഷി ഇല്ലാതെ ഞാൻ വളർന്നു വന്നത്. പിന്നെ എന്റെ കല്യാണ ശേഷം എന്റെ ഭർത്താവിന്റെ അനുഗ്രഹം കൊണ്ടാണ് വീണ്ടും എനിക്ക് സർജറിയൊക്കെ നേടി സംസാരശേഷി തിരിച്ചു കിട്ടിയത്. പക്ഷെ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്തും സംസാരശേഷി തിരിച്ചു കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്തൊക്കെ ചെയ്തെന്നറിയാവോ? ഇതെല്ലാം കേട്ടപ്പം ജഡ്ജിക്ക് ഒരു അത്ഭുതമായിരുന്നു. കാരണം ഈ പെങ്കൊച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഇവൾ എത്രമാത്രം യാതനകൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ പ്രകാശന്റെ തല കുനിച്ചിരിക്കുമായിരുന്നു. പ്രകാശൻ ഒന്നും മിണ്ടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പ്രകാശനെ വിസ്തരിച്ചതിന് ശേഷം വിക്രത്തിനെയാണ് വിളിച്ചു കയറ്റിയത്. അപ്പൊ വിക്രമാദിത്യൻ എന്നൊക്കെ പേര് വിളിച്ച് കൂട്ടിലേക്ക് കയറ്റി നിർത്തുവാണ്. പിന്നീട് കല്യാണി വിക്രത്തിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, ഞാൻ നിന്നെ തല്ലാനുള്ള കാരണം നടുറോട്ടി വെച്ച് കണ്ണത്തടിച്ചെന്ന് പറഞ്ഞു. അതിപ്പോ ഒരു പ്രകോപനം ഇല്ലാതെയാണോ തല്ലിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അതെ, ഒരു പ്രകോപനം ഇല്ലാതെയാണ് തല്ലിയത്. വന്നപടി ഒന്നും ചോദിക്കോ പറയുകയും ചെയ്യാതെ കണ്ണത്തടിക്കുകയോ ചെയ്തെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു, അത് ശരിയല്ലല്ലോ, ഞാൻ സോണിയുടെ വീട്ടിലെ മോഷണത്തെക്കുറിച്ച് ചോദിച്ചതിന് ശേഷമല്ലേ തല്ലിയെന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ അല്ല, നീ സോണിയുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചിട്ടില്ലെന്ന് പറയണം. അതിന്റെ തലേദിവസമാണ് മോഷണം നടന്നത്. ആ സമയത്ത് നീ എവിടെയായിരുന്നു ചോദിക്കണം. അല്ല, ഞാൻ വീട്ടിലുണ്ടായിരുന്ന ആ സമയത്ത് ഉറപ്പാണല്ലോ അല്ലേന്ന് ചോദിക്കണം. പെട്ടെന്ന് ജഡ്ജിന് നേരെ നേരിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിലുണ്ടായിരുന്നു സാർ, സംശയം ഉണ്ടെങ്കിൽ എന്റെ അച്ഛനോടും മുത്തശ്ശിയോടും ഒക്കെ ചോദിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ വിക്രത്തിന്റെ വിസ്താരം എല്ലാം കഴിഞ്ഞ് വിക്രത്തിനെ അങ്ങ് മാറ്റിയെടുത്തി. പിന്നീട് അതെ, ഒരാളെ കൂടെ വിസ്തരിക്കാനുള്ള പെർമിഷൻ എനിക്ക് തരണമെന്ന് പറയാണ്. അങ്ങനെ നേരെ ശരണ്യനെ വിളിച്ച് അങ്ങോട്ട് കയറ്റുവാണ്. ശരണ്യനെ വിളിച്ച് കയറ്റി കഴിഞ്ഞപ്പോഴത്തേനും പേരൊക്കെ ചോദിക്കുകയാണ്. ശരണ്യ പേരൊക്കെ പറഞ്ഞു. പിന്നീട് ചോദിച്ചു, വിക്രമാദിത്യന്റെ ആരാന്ന് ചോദിക്കുക. ഭാര്യ എന്ന് പറയണം. അല്ല, വിക്രമാദിത്യന് ഈ സംഭവം നടന്ന ആ സോണിയുടെ വീട്ടിലെ മോഷണം നടന്നതിന്റെ അന്ന് തലേദിവസം വീട്ടിൽ എപ്പോഴാ വന്നേ, വീട്ടിലുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ശരണ്യ പറഞ്ഞു, വീട്ടിൽ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ അവിടെ ഇല്ലായിരുന്നു, ഒത്തിരി ലേറ്റ് ആയിട്ടായിരുന്നു വീട്ടിൽ വന്നത്. പക്ഷെ എവിടെ പോയെന്ന് ചോദിച്ചപ്പോ അതിന് കൃത്യമായിട്ട് ഉത്തരവും തന്നില്ല എന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കോടതി അതും റിപ്പോർട്ട് ചെയ്തു. വിക്രമാണ് നിന്ന് ഉരുകുവാണ്. പ്രകാശനും ഇവിടെ സത്യങ്ങളൊക്കെ തുറന്നു പറയാം എങ്ങനെ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ശരണ്യയോട് വിക്രത്തിനെ കൂടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എത്ര നാളായി, അതെല്ലാം ചോദിക്കുകയാണ്. അതിന് വ്യക്തമായിട്ട് ഉത്തരവ് ശരണ്യ തന്നു. പിന്നീടാണ് ശരണ്യ തന്റെ കഥകളൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങുന്നത്. ശരണ്യയുടെ കഥകളൊന്നും വിക്രത്തിനോ പ്രകാശനോ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നീട് ശരണ്യ ചോദിച്ചു, നിങ്ങൾ വിക്രത്തിനെ കല്യാണം കഴിക്കാനുള്ള സാഹചര്യം എന്താണ്? നിങ്ങളുടെ സെക്കൻഡ് മാരേജ് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ വിക്രത്തിനെ കല്യാണം കഴിക്കണമെങ്കിൽ ആദ്യത്തെ ഡിവോഴ്സ് ആയിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്, അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ശരണ്യ തന്റെ ആദ്യ ഭർത്താവിനെ കുറിച്ചും ഭർത്താവിന് ഒരു മോഷണ ശ്രമത്തിനിടെ തലയ്ക്കടിയേറ്റ കാര്യങ്ങളെല്ലാം പറയണേ. പിന്നീട് ശരണ്യ പറഞ്ഞു, എന്റെ ഭർത്താവ് ഈ വിക്രത്തിന്റെ ക്രൂരതയ്ക്ക് ഇരയായ മനുഷ്യനാ. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴും നേരെ നിൽക്കാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് പറയുവാണ്. കാരണം ഇവന് മോഷ്ടിക്കാനായിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ചാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മോഷ്ടിക്കാനായിട്ട് വീട്ടിൽ കയറിയതാ. അങ്ങനെ കയറിയ സമയത്ത് എന്റെ ഭർത്താവിനെ തലക്കടിച്ച് വീഴ്ത്തിയിട്ട് ഇവൻ കടന്നു കളഞ്ഞു. പക്ഷെങ്കിൽ അന്ന് ഞാൻ ഇവനെ വ്യക്തമായിട്ട് കണ്ടായിരുന്നു.
പിന്നീട് എന്റെ ഭർത്താവ് കോമ സ്റ്റേജിലേക്കായി പോയി. ആ തലയ്ക്ക് അടിയേറ്റുണ്ട്. ഇത്തരം വർഷങ്ങളായിട്ട് അദ്ദേഹം എണീക്കാൻ വയ്യാത്തൊരു കിടപ്പ് കിടക്കുന്ന അവസ്ഥയിൽ അറിയാവോ? പക്ഷേങ്കിൽ ഇന്ന് വരെ എന്റെ ഭർത്താവായ വിക്രത്തെ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവൻ എന്നെയും കൂടെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അവനോടുള്ള പക പോക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവനെ വിവാഹം കഴിച്ചു തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കോടതി വിളിച്ചറിയുമ്പോൾ പ്രകാശന് അന്തം വിട്ടിരിക്കുകയാണ്. വിക്രം വരെ ഞെട്ടിത്തെരിച്ചു പോയി. വിക്രത്തിന് പോലും അത് ഷോക്കായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. പിന്നീട് ശരണ്യയുടെ ഭർത്താവിനെ ഒരു വീൽ ചെയറിൽ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. കോടതിനെ ബോധിപ്പിക്കുകയാണ് കാര്യങ്ങളെല്ലാം. കോടതിയിലെ ജഡ്ജിന് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു. ജോർജ് വക്കീല് പോലും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. കാരണം എന്തേലും പറയാനുണ്ടോ? കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ഹാജരാക്കിയേക്കുന്നത്. പിന്നീട് അത് മാത്രമല്ല CCTV ദൃശ്യങ്ങള്. അപ്പൊ വിക്രത്തിന്റെ ബൈക്ക് സോണിയുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നേ, കൂട്ടുകാരൻ ചാടി ഇറങ്ങുന്നേ, ആ ബൈക്കിന്റെ നമ്പരൊക്കെ CCTV പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ CCTV ദൃശ്യങ്ങള് അതെല്ലാം കോടതിയിലേക്ക് ഹാജരാക്കുവാണ്. ജഡ്ജിന് ഹാജരാക്കുവാണ്. കല്യാണി ഇത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു. അപ്പൊ തെളിവുകൾ ഉണ്ടോ എന്നൊരു 100 വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിനക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ അവിടെ കിട്ടുമോ, നീ അങ്ങനെ മോഷ്ടിക്കാൻ പോയിട്ടുണ്ടോ എന്നൊക്കെ വക്കീല് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിക്രത്തിനോട്. വിക്രം ഇല്ലെന്നായിരുന്നു പറഞ്ഞിരുന്നേ. അതുകൊണ്ട് വക്കീലിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ. അങ്ങനെ തെളിവുകളെല്ലാം ഹാജരാക്കി കഴിയുമ്പോൾ കോടതിക്ക് മനസ്സിലായി ഇവിടെ പ്രതി ആരാന്നുള്ള സത്യം. പിന്നീട് ഇതിന്റെ വിചാരണ എല്ലാം ചെയ്തതിന് ശേഷം ഇതിന്റെ വിധി പറയാനായിട്ട് കോടതി വേറെ ദിവസത്തേന് മാറ്റി വെക്കുക ചെയ്തേ. ആകെ തകർന്ന തരിപ്പണമായി പോയി വിക്രവും പ്രകാശനും. അങ്ങനെ അവിടുന്ന് കല്യാണി ഇറക്കി കഴിയുമ്പോൾ കല്യാണി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കിരണ. പിന്നീട് സോമനാഥൻ വക്കീല് പോലും വന്ന് കൺഗ്രാസ് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു പെർഫോമൻസ് കാണുന്നത് തന്നെ. ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വക്കീലല്ലല്ലോ, അപ്പൊ അതിൻ്റെതായ ഇതുണ്ട്. അപ്പം ഇത്രയും നല്ല ബോൾഡായിട്ടൊരു പെൺകുട്ടി ആത്മവിശ്വാസത്തോടു കൂടി കോടതി കയറി പെർഫോം ചെയ്യണമെങ്കിൽ അത് ഒരു അപാര കഴിവ് തന്നെയാണെന്ന് സോമനാഥൻ വക്കീല് പറഞ്ഞു. കിരണിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നീട് അതിന്റെ വാദം എല്ലാം കേട്ടതിന് ശേഷം വിധി പറയാനായിട്ട് ഒരു ഡേറ്റിലേക്ക് മാറ്റി വെക്കണം. അങ്ങനെ വിധി പറയേണ്ട ദിവസം വന്നു. വിധി പറയേണ്ട ദിവസം വന്നപ്പോ കല്യാണി, സോണി, ശരണി എല്ലാരും കൂടെ കോടതിയിലേക്ക് വരുവാണ്. കോടതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ തന്നെ പ്രകാശിന് വിക്രമുണ്ട്. ആകെ തകർന്ന് തരിപ്പണമായി പ്രകാശും വിക്രമും നിൽക്കും തന്നെ. എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. അങ്ങനെ വിധി വന്നു കഴിഞ്ഞപ്പം വിക്രത്തിനെതിരെയായിരുന്നു വിധി. വിക്രത്തിനെ ശിക്ഷിച്ചു. നേരെ ജയിലിലേക്ക് പോവാണ് വിക്രം. പിന്നീട് കാണിക്കുന്ന വിക്രത്തിനെ കൊണ്ടുവന്ന കാഴ്ചയാണ് പ്രകാശന് സഹിച്ചില്ല. പ്രകാശം എന്നാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നട മോനെ, ഞാൻ എങ്ങനെ നിന്നെ വളർത്തിയതാന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ കോളോണ്ട് കുത്തിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. പോലീസുകാർ പ്രകാശനെ അങ്ങ് തള്ളി മാറ്റി വിടുക. ഈ കാഴ്ച കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ പ്രകാശൻ നെഞ്ചത്ത് കൈവച്ച് തളർന്ന് താഴേക്ക് വീഴുവാണ്. അല്ലെങ്കിൽ തന്നെ അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. അപ്പം പ്രകാശിന്റെ പതനം അങ്ങനെ തുടങ്ങി. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.